മാർപ്പാപ്പ ഭാരതത്തിൽ എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ ക്രിസ്തുമസ് വിരുന്നിലാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത്. എല്ലാ വിശ്വാസങ്ങൾക്കും പ്രാധാന്യമുള്ള മണ്ണാണ് ഭാരതമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. കേരളത്തിൽ നിന്നും സഭാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിരുന്നിൽ പങ്കെടുത്തത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ വിരുന്നുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയ ആ ഒരു മാർപ്പാപ്പയുടെ വരവുമായി ബന്ധപ്പെട്ട ഒരു സൂചനയുണ്ടല്ലോ, നൽകിയ സൂചനകൾ, ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്ന് ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിൽ ഔദ്യോഗിക വസതിയിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഒരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ക്രിസ്മസ് വിരുന്നിലാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ പങ്കെടുത്ത സഭാ പ്രതിനിധികൾക്ക് മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുമെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. 2024 അവസാനത്തിലോ അല്ലെങ്കിൽ 2025 ആദ്യത്തിലോ മാർപ്പാപ്പ ഭാരതത്തിലെത്തും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം രാജ്യത്തിന്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ക്രിസ്മസ് സന്ദേശത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആശയവിനിമയത്തിൽ ഈ ഒരു സൗഹൃദ വിരുന്നിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒന്ന്, മുഴുവൻ വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള വിശ്വാസങ്ങളെയും മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതം മുൻപോട്ട് പോകുന്നത്. അത്തരത്തിൽ എല്ലാ വിശ്വാസങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് രാജ്യം മുൻപോട്ട് പോകുന്നതെന്നും യുവത്വമാണ് രാജ്യത്തിന്റെ കരുത്തൊപ്പം ഈ ഒരു സമൂഹത്തിന്റെ ഒരുമയ്ക്ക് ക്രിസ്ത്യൻ സഭകൾ നൽകുന്ന സേവനങ്ങൾക്കുള്ള നന്ദി കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള മതമേലധ്യക്ഷന്മാർ, ഒപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികൾ, അഞ്ജു ബോബി ജോർജിനെ പോലുള്ള കായിക താരങ്ങൾ, ഒപ്പം സിനിമാ മേഖലയിൽ നിന്നുള്ളവർ, രാഷ്ട്രീയ രംഗത്ത് നിന്ന് കേരളത്തിൽ നിന്നുള്ള അനൂപ് ആന്റണിയും ഒപ്പം അനിൽ ആന്റണിയും ടോം വടക്കനും ഉൾപ്പെടെയുള്ളവരും എല്ലാം തന്നെ ഈ ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. 60ഓളം പേരാണ് സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായും മുഴുവൻ രാജ്യത്തിന്റെ വൈവിധ്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതം എങ്ങനെയാണോ ശക്തമായി മുൻപോട്ട് പോകുന്നത് അത് സംബന്ധിച്ചൊരു കൃത്യമായ ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആ ഒരു സംവാദത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, സൗഹൃദ വിരുന്നിന് ശേഷം, ഈ സഭാ പ്രതിനിധികളുമൊപ്പം അഞ്ജു ബോബി ജോർജും ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയപരമായി ഒരു വിഷയവും ചർച്ച ചെയ്തിട്ടില്ല എങ്കിൽ പോലും വളരെ കൃത്യമായി ഊഷ്മളമായി മുഴുവൻ സമൂഹത്തിന്റെയും ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സൗഹാർദ്ദപരമായും സ്വകാര്യപരമായുള്ള ചർച്ചകൾ പ്രധാനമന്ത്രിയുമായി ഉണ്ടായി എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJP മുൻപോട്ട് വയ്ക്കുന്ന ആശയം വളരെ കൃത്യമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തെ ശക്തമായി മുൻപോട്ട് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വളരെ കൃത്യമായ ആശയം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഇത്തരത്തിലൊരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ വിഭാഗത്തിലെ 60ഓളം പേർ ഈ ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു.